ഓഫീസേഴ്സ് ഗ്യാലറിക്ക് സമീപത്തെ വാതിലിലൂടെ ധനമന്ത്രി അകത്തു കയറാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഈ വാതിലിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിച്ചു. വാച്ചാൻ വാർഡും പ്രതിപക്ഷ എംഎൽഎമാരും ഏറ്റുമുട്ടി. സ്പീക്കറെ പ്രതിപക്ഷം തടയുമെന്ന് ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധ രണ്ടു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഭരണപക്ഷം തന്ത്രം മാറ്റി. പിറകുവശത്തെ വാതിലിലൂടെ കൃത്യം 9 മണിക്ക് ധനമന്ത്രി സഭയിൽ കയറി. കെ.എം. മാണി ഭരണപക്ഷ ബെഞ്ചിലേക്ക് എത്തിയതിനു ശേഷമാണ് പ്രതിപക്ഷം ഈ നീക്കം കണ്ടത്. ധനമന്ത്രിയുടെ സീറ്റ് 2ാം നിരയിലേക്ക് മാറ്റി വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെ സീറ്റാണ് കെ.എം. മാണിക്ക് അനുവദിച്ചത്. പ്രതിപക്ഷത്തെ വനിതാ എംഎൽഎമാർ കെ.എം. മാണിയുടെ സീറ്റ് വളയുന്നത് പൊളിക്കാനായിരുന്നു ഈ നീക്കം. ഭരണകക്ഷി അംഗങ്ങൾ തീർത്ത സുരക്ഷാ വലയത്തിനകത്തു നിന്ന് കെ.എം. മാണി ബജറ്റ് പ്രസംഗം തുടങ്ങി. മൈക്ക് കിട്ടില്ലെന്ന് ഉറപ്പായതിനാൽ ഷട്ടിൽ ഘടിപ്പിച്ച ലേപ്പൽ മൈക്കുമായാണ് ധനമന്ത്രി സഭയിലെത്തിയത്. ഇരച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങളെ വാച്ചാൻ വാർഡ് തടഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബജറ്റ് ടേബിൾ ചെയ്യുന്നതിനുള്ള അനുവാദം തേടി ഭരണകക്ഷി എംഎൽഎമാരിൽ ചിലർ മുഖ്യമന്ത്രിയെ സമീപിച്ചു. പ്രസംഗം കുറച്ചുകൂടി തുടരാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ധനമന്ത്രി 6 മിനിറ്റ് പ്രസംഗിച്ചു. 9:08 പ്രസംഗം അവസാനിപ്പിച്ച് കെ.എം. മാണി ബജറ്റ് സഭയുടെ മേശപ്പുറത്ത് വെച്ചു.